പ്രിയമുള്ളവരെ, ആരായിരുന്നു മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ? ഉടുക്കാൻ പട്ടു വസ്ത്രങ്ങളുള്ള, ധരിക്കാൻ ആഭരണങ്ങളുള്ള, കിടക്കാൻ പട്ടു മെത്തകളുള്ള, പരിചരിക്കാൻ തോഴിമാര് കടന്നു വരുന്ന, കഴിക്കാനും കുടിക്കാനും സ്വർണ്ണ പാത്രങ്ങളുള്ള, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് വാദിച്ച് കടന്നു വന്ന അഹങ്കാരിയായ അക്രമിയായ ഫിർഔനിന്റെ ഭാര്യയല്ലേ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ? ആഡംബരങ്ങളുടെ പരദീസയിൽ രാജ്ഞിയായി സുഖാഡംബരങ്ങളോടെ കഴിയാമായിരുന്നു. പക്ഷേ സർവലോക സംരക്ഷകനായ അല്ലാഹുവിനെ മറന്നില്ല ആസിയ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ സ്മരണ തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് മഹദിയായ ആസിയ റളിയല്ലാഹു തആല അൻഹാ. ദുനിയാവിന്റെ ആഡംബരങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുകയാണ്, അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. അന റബ്ബുകുമുൽ അഅ്ല എന്ന് വാദിക്കുമ്പോഴും, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് ഫിർഔന് വാദിക്കുമ്പോഴും, മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ സർവലോക സംരക്ഷകനായ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചതിന്റെ പേരിൽ, പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, സർവലോക സംരക്ഷകനായ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ചതിന്റെ പേരിൽ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ ആക്രമിക്കപ്പെടുകയാണ്, പീഡനങ്ങളെ സഹിക്കുകയാണ്. ശരീരത്തിലെ കയ്യിലും കാലിലുമെല്ലാം ആണിയടിക്കുകയാണ്, ക്രൂരമായി മർദ്ദിക്കുകയാണ്. എന്തിനെന്നറിയോ? പരിശുദ്ധമായ ഇസ്ലാം വലിച്ചെറിയുന്നതിന് വേണ്ടി, ഫിർഔനെ റബ്ബായി അംഗീകരിക്കുന്നതിന് വേണ്ടി ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഓരോ പീഡനങ്ങളെ സഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളാരും അക്രമം സഹിച്ചിട്ടില്ല.